ഇതാ ഈ കാണുന്നതെല്ലാം ഓരോ വെയർ ഹൗസാണ്. വലിയത് കാണുന്നതല്ലേ, കാണുന്നതെല്ലാം ഓരോ ഓരോ വലിയ വെയർ ഹൗസ്. എനിക്ക് തോന്നുന്നത് ഒരു 10-20 വലിയൊരു വെയർ ഹൗസായിട്ട് തന്നെ ഉണ്ട്. അതിനകത്ത് 10-20 സെക്ഷൻ അല്ലെങ്കിൽ 10-20 പാർട്ടീഷൻ തിരിച്ച് അങ്ങനെ ഒരു അവർക്ക് അവരുടേതായ ആവശ്യമുള്ള ഓരോരോ മിഷനറി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഏരിയയാണ്. ഇതൊരു അങ്ങേയറ്റം കാണുന്നൊരു മെറ്റലിൻ്റെ, അതേപോലെ തന്നെ ഇവിടെ കാർപ്പൻട്രി ഓരോ സൈഡിലും, അത് സൈനേജ് ഉണ്ടാക്കാൻ, അതേപോലെ തന്നെ കാർപ്പൻട്രിയിൽ ബിൽഡിങ്ങിൻ്റെ മെറ്റീരിയൽസിൻ്റെ ചെറിയ ചെറിയ സാധനങ്ങൾ പാർട്സൊക്കെ ഉണ്ടാക്കാൻ, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഒരു മെയിൻ്റനൻസ് വർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം ഓരോരുത്തർ അവരവരുടെ ഫ്ലെക്സിബിലിറ്റി, അതുപോലെ ടൈമിങ്, ഇതൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഇതെല്ലാം ഉണ്ടാക്കിയെടുത്ത് വെച്ചേക്കുന്നത്. അത് അവരുടെ ഇഷ്ടാനുസരണം. അത് പെയിൻറ്റിങ്ങിന് തന്നെ അതായത് സെപ്പറേറ്റ് ഒരു ഏരിയ തന്നെ വേണം. അതിൻ്റെ ബൂത്ത് അതെല്ലാം കാരണം അതിൻ്റെ സ്മെല്ല് കാര്യങ്ങളതൊന്നും, അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് കുറച്ച് പോലും പൊടി ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ കാറ്റ് കാര്യങ്ങളെല്ലാം എക്സോസ്റ്റ് വെച്ചെല്ലാം വെളിയിൽ പോകണം. കാരണം പെയിൻറ്റ് മാത്രം ചില ആ ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഏരിയയ്ക്കല്ല ഇതിനകത്ത് ഒരു ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ കാണിക്കാം. അങ്ങനെ ഒരു ഏരിയ ഞാൻ നോക്കുന്നുണ്ട്. അത് വീഡിയോ ഒന്ന് എടുത്ത് നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടി. കാരണം നമ്മൾ ഫുള്ള് ഫിനിഷിംഗ് ആയിട്ടുള്ള ഫർണിച്ചർ, അതേപോലെ തന്നെ ഫിനിഷിംഗ് ആയിട്ടുള്ള മെറ്റലിൻ്റെ ഒരു ഗ്ലാസ് ഫിനിഷിങ്, ബ്രഷ് ഫിനിഷിങ്, ഇങ്ങനെയൊക്കെയുള്ള നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള പെയിൻറ്റ്സൊക്കെ കിട്ടിയൊരു എല്ലാം അടിച്ചൊരു ഫർണിച്ചർ നമ്മുടെ കൈ കിട്ടുമ്പം അപ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട് എങ്ങനെ എത്ര നമ്മളടിക്കുമ്പോൾ ഇതുപോലൊന്നും ഫിനിഷ് ആവുന്നില്ല, അതെന്തുകൊണ്ടാണ് അങ്ങനെ ആവുന്നത്, അതെല്ലാം നമ്മൾ ചിന്തിക്കാറുണ്ടല്ലോ. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഏരിയയാണിത്. ഞാൻ ഇനി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും.